നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അഭിഭാഷകയായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിൽ കുറച്ചു കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഭർത്തൃ വീട്ടിലെ ക്രൂര പീഡനമൊക്കെ തന്നെയാണ് ഈ പറയുന്ന സംഭവത്തിൽ പുറത്തു വന്നത്. കൂടാതെ നിറത്തിന്റെ പേരിൽ പോലും ഒറ്റപ്പെടുത്തലുണ്ടായി. ഈ വിഷയങ്ങളൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ ജിസ്മോളുടെ സുഹൃത്ത് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ആത്മഹത്യക്ക് കാരണമായ എന്താണ് ആ ഒരു വിഷയം എന്നുള്ളതൊക്കെ നിള പറയുന്നുണ്ട്. എന്താണ് അക്കാര്യം? അതായത് ജിസ്മോൾ എന്തിന് ഈ ആത്മഹത്യ ചെയ്തു, മക്കളുമായി ആത്മഹത്യ ചെയ്തു, അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു സംസാരമൊക്കെ, അതായത് വിവരങ്ങളൊക്കെ പുറത്തു വന്നു, സംശയങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ജിസ്മോളുടെ ഒരു സുഹൃത്ത് നിള എന്ന് പറഞ്ഞൊരു സുഹൃത്ത് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി. അതായത് നവംബറിലാണ് നിള അവസാനമായി ജിസ്മോളെ കാണുന്നത്. അപ്പൊ ജിസ്മോളെ കാണുന്ന ആ ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിളയോട് വലിയ രീതിയിൽ പൊട്ടിക്കരഞ്ഞാണ് ജിസ്മോള് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഭർതൃമാതാവിന്റെ ഒരു അപമാനം, പ്രത്യേകിച്ച് നിറത്തെ ചൊല്ലിയുള്ള ഒരു അപമാനം, അതിനെക്കുറിച്ച് നിളയോട് ജിസ്മോൾ പറഞ്ഞിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഭർത്താവ് ജിമ്മി മർദ്ദിച്ചുവെന്നും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും ജിസ്മോൾ അന്ന് പറഞ്ഞു എന്നാണ് നിള വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ജിസ്മോൾ ഇതൊക്കെ സഹിച്ചു, അല്ലെങ്കിൽ വെളിയിൽ പറഞ്ഞില്ല? പ്രത്യേകിച്ച് ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അത്രയും നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ശബ്ദിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും ആരോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തില്ല? ഒരുപാട് ചോദ്യങ്ങൾ ഉയരും. പക്ഷെ നിള പറയുന്നത്, സുഹൃത്ത് പറയുന്നത്, ഇതെല്ലാം ജിസ്മോൾ സഹിച്ചത് കുടുംബത്തെ ഓർത്തിട്ടാണ്. അതായത് ഈ ജിസ്മോളുടെ മറ്റൊരു പേടി എന്ന് പറഞ്ഞാൽ, ഈ പിതാവിനോട് ജിസ്മോൾ പറഞ്ഞിരുന്നു, ഈ പ്രശ്നങ്ങളൊന്നും പുറത്തു പറയരുത്, കാരണം ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു മോശം ഇമേജ് തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയില്ലേ എന്ന് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യം ജിസ്മോൾ ഭയപ്പെട്ടിരുന്നു. ഒരു അഡ്വക്കേറ്റ് ഇത്രയധികം കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ സഹിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഇറക്കി വിടുന്നു, ഉപദ്രവിക്കുന്നു, നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു, അമ്മ തർക്കം, അപ്പൊ ഇതൊക്കെ പുറത്തുള്ളവർ അറിഞ്ഞ എന്തായിരിക്കും അവർ ചിന്തിക്കുക എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക ജിസ്മോൾക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മറ്റുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിളയുടെ ഈ ഒരു സുഹൃത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തലില് കഴിഞ്ഞ നവംബറിൽ അവസാനമായിട്ട് കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ജിസ്മോളെയാണ് ഈ സുഹൃത്ത് കണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരുപാട് ഉള്ളിൽ ഒതുക്കി, ഒരുപാട് ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിരുന്നു ജിസ്മോൾ ശ്രമിച്ചത്. ഒരിക്കൽ പോലും അത് ഹൈഡ് ചെയ്ത് ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോകാം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. പക്ഷെ എവിടെയോ പാളി. അതാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് ആ ഞായറും അല്ലെങ്കിൽ തിങ്കൾ, ഈ ആത്മഹത്യ ചെയ്യാൻ പോയ ആ ദിവസം, അല്ലെങ്കിൽ അതിന് തലേ ദിവസം എന്താണ് പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഷൈനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് സഹിക്കുന്നു, പൊറുക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഭാവിയെ പറ്റി നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിയാൻ പാകത്തിന് എന്തോ ഒരു അത്തരത്തിലൊരു പ്രേരണ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ പാകത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കുടുംബം ആശങ്ക പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ എന്തോ സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ പിതാവ് പറയുന്നുണ്ട് തന്റെ മകൾ ഒരു ധൈര്യശാലിയായിരുന്നു. അപ്പൊ മകൾ പ്രശ്നമുണ്ടാക്കിയത് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ മാതാവും സഹോദരിയുമാണെന്ന് പിതാവ് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിസ്മോൾക്ക് നിറമില്ലെന്നും അവളേക്കാൾ നല്ല പെൺകുട്ടിയെ ജിമ്മിക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിരന്തരം ജിസ്മോളെ അവഹേളിച്ചിരുന്നത്. അപ്പോ പലപ്പോഴായി അധിക്ഷേപിച്ചു. മകൾ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഈ ഗ്യാസിൽ വെള്ളം ചൂടാക്കി എന്നതിന്റെ പേരിൽ പോലും ആ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതായത് ഈ സഹോദരിയും അമ്മയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. തുടർന്ന് ജിമ്മി ഗർഭിണിയായിരുന്ന ഭാര്യയെ മർദ്ദിച്ചു എന്നാണ് ജിസ്മോളുടെ പിതാവ് പറയുന്നത്. അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ പോലും മർദ്ദനമേറ്റു. അതും ഈ പറഞ്ഞ ഗ്യാസിലൊന്ന് വെള്ളം ചൂടാക്കി എന്നതിന്റെ പേരിൽ അമ്മയും ഈ നാത്തൂനും കൂടെ ബഹളമുണ്ടാക്കുന്നു. ഇതറിഞ്ഞ് ജിമ്മി ഭാര്യയെ മർദ്ദിക്കുന്നു. അത്തരത്തിലൊരു അവസ്ഥ. അപ്പോൾ ജിസ്മോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഇപ്പോഴും ആ പിതാവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വിവാഹം കഴിഞ്ഞ് 2 മാസവും കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നമൊക്കെ തുടങ്ങിയെന്ന് പിതാവ് പറയുന്നുണ്ട്. തിരിച്ചു വിളിക്കാൻ പോയപ്പോൾ താൻ ഒരു അഭിഭാഷകയാണ്, അപ്പൻ പേടിക്കേണ്ട, താൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് മകൾ പറഞ്ഞിരുന്നത്. അപ്പോ ജിമ്മിക്ക് 2 സഹോദരിമാരുണ്ടെങ്കിലും 2 പേരുടെ വിവാഹം കഴിഞ്ഞു. പക്ഷെ ഇതിൽ മൂത്ത സഹോദരിയാണ് ഈ വീട്ടിൽ നിന്നത്. ഈ മൂത്ത സഹോദരി തന്നെയാണ് പ്രശ്നക്കാരി എന്ന് തന്നെയാണ് ഏകദേശം റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പെങ്ങളും ജിമ്മിയുടെ മാതാവുമാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇവരുടെ വാക്ക് കേട്ട് ജിമ്മി ജിസ്മോളെ മർദ്ദിക്കും. ഇത് നിരന്തരം നടക്കുന്ന സംഭവമാണ്.
അപ്പോൾ ഇത്തരത്തിൽ മൂന്നാം മാസം, അതായത് വിവാഹം കഴിഞ്ഞ് മൂന്നാം മാസം ആയപ്പോൾ തന്നെ അമ്മായിയമ്മയും പെങ്ങളും ജിസ്മോൾക്ക് നിറമില്ലെന്നും ഇതിൽ നല്ലൊരാളെ ജിമ്മിക്ക് കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. അപ്പോ ആ സമയത്തൊന്നും ഈ പറഞ്ഞ കണക്ക് ജിസ്മോൾ ഇതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ വിവാഹ സമയത്ത് 25 പവനും 3 ലക്ഷം രൂപയും കൊടുത്തിരുന്നു. നാത്തൂന് 15 ലക്ഷം സ്ത്രീധനം കൊടുത്താണ് കെട്ടിച്ചതെന്ന് പറഞ്ഞ് അതായത് അമ്മായിയമ്മ അധിക്ഷേപിക്കുകയായിരുന്നു. അപ്പോൾ ഗർഭിണിയായിരുന്ന സമയത്ത് മർദ്ദിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് കരുതി അമ്മയെയും പെങ്ങളെയും ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് തന്നോട് ചോദിച്ചത്. അപ്പൊ അന്ന് കരഞ്ഞു പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുപോകരുതെന്ന്. പക്ഷെ ഈ പെങ്ങൾക്ക് UK പോയി തിരികെ വന്നപ്പോൾ മുതൽ വീണ്ടും പ്രശ്നം തുടങ്ങിയെന്നാണ് ജിസ്മോളുടെ പിതാവ് പറയുന്നത്. പിന്നെ കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, താൻ നീതിപീഠത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി കൊടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അപ്പോ നിരന്തരം കല്യാണം കഴിഞ്ഞത് മുതൽ ഈ നിറത്തിന്റെ പേരിൽ അവഹേളിക്കുന്നു. ഗർഭിണിയായപ്പോൾ ഒന്ന് വീട്ടിൽ ഒത്തിരി വെള്ളം ചൂടാക്കിയാൽ പോലും, ഗ്യാസിലൊന്ന് വെള്ളം ചൂടാക്കിയാൽ പോലും ഈ പറയുന്ന നാത്തൂനും അമ്മായി അമ്മയും നേരെ ജിമ്മിയോട് പരാതി പറഞ്ഞു. ജിമ്മി ഇത് കേട്ടിട്ട് നേരെ ഭാര്യയെ മർദ്ദിക്കുന്നു. അപ്പൊ ഒരു അഭിഭാഷകയാണ് എന്നതിനപ്പുറം ഒരു ഭാര്യ എന്ന നിലയിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല. എങ്കിലും ആ 2 പെൺമക്കളുമായിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ജിസ്മോൾ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല പിതാവ് പറയുന്ന ഒരു കാര്യമാണ്, വേദനയോടെ ഒരു അച്ഛൻ അത് പറയേണ്ട ഒരു സ്ഥിതി വന്നു എന്നതാണ്. അതായത് ആ വീട്ടില് അമ്മായിയമ്മ പോരുണ്ട്, ജിമ്മി ഭർത്താവും ആയിട്ട് തർക്കമുണ്ട്. അപ്പോ ആ വീട്ടിൽ അല്പമെങ്കിലും കരുണ ഈ ജിസ്മോളോട് കാണിച്ചിരുന്നത് ജിമ്മിയുടെ പിതാവായിരുന്നു എന്ന്. പക്ഷെ ജിമ്മിയുടെ പിതാവിനെ ഇവൾ വശീകരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന തരത്തിൽ വരെ ആക്ഷേപവും ആരോപണവും ഉണ്ടായി എന്നാണ് ഈ ജിസ്മോളുടെ പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയധികം ദ്രോഹിക്കുന്നവർ അതും പറഞ്ഞിരിക്കാം. അപ്പോ ആ രീതിയിൽ വരെ ഒരു വിമർശനം, അല്ലെങ്കിൽ ആ രീതിയിൽ വരെ ഒരു പീഡനം, വാക്കുകൊണ്ടുള്ള ഒരു പീഡനം ജിസ്മോള് നേരിട്ടു എന്നാണ് പിതാവിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ജിസ്മോള് നോട്ടറി ആകാനുള്ള ആ ലിസ്റ്റിലൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ പപ്പ ഞാൻ ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാകണം, കശ്മീരിൽ പോകണം, ജിമ്മിക്കൊപ്പം ഫ്ലൈറ്റിൽ കയറണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ച് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല എന്നും കുടുംബം വേദനയോടെ പറയുന്നുണ്ട്. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയധികം പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട് എന്ന് വീട്ടുകാർ അറിയുന്നു, ജിസ്മോളുടെ വീട്ടുകാർ അറിയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവരൊരു പരിഹാരം കണ്ടെത്താൻ, അല്ലെങ്കിൽ അവരെ ഒരു ക്രിയാത്മകമായ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ മകൾ ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നില്ല എന്ന ചോദ്യം ആ കുടുംബത്തോട് പലരും ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിന്നും സംരക്ഷിക്കാൻ നല്ല ഉചിതമായൊരു തീരുമാനം എടുത്തില്ല എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അല്ലെ? പക്ഷേ ഈ പറയുന്നത് ജിസ്മോൾ അഭിഭാഷക എന്നുള്ളൊരു പരിധിക്കപ്പുറം ഈ ഒരു വിഷയത്തെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും അഭിഭാഷക എന്ന് പറയുന്ന ഒരു ലേബൽ പോലും ജിസ്മോൾക്ക് ഒരു കവചം തീർത്തിരുന്നില്ല. കാരണം താൻ അഭിഭാഷക ആയതുകൊണ്ട് താൻ നേരിടുന്ന പ്രശ്നങ്ങൾ പുറംലോകം അറിയരുത് എന്ന് ജിസ്മോൾ കരുതിയതാണ് ഇത് ഇത്രയും രൂക്ഷമാകാൻ കാരണമായത്. ജിസ്മോൾക്ക് തീർച്ചയായിട്ടും ഗാർഹിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഭിഭാഷക എന്ന നിലയിൽ ജിസ്മോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു, തീർച്ചയായിട്ടും പരാതി കൊടുക്കണമായിരുന്നു, തന്റെ 2 കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണമായിരുന്നു. അല്ലാതെ താൻ അഭിഭാഷകയാണ്, അതുകൊണ്ട് തന്റെ വിഷയം പുറംലോകം അറിയാൻ അത് തനിക്ക് നെഗറ്റീവ് ആകും എന്ന് കരുതി ഇവിടെ മറച്ചു വെക്കുകയല്ല വേണ്ടത്. ആ 2 പെൺമക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും ജിമ്മിയെ തീർച്ചയായിട്ടും വേണ്ടെന്ന് വെക്കാൻ തന്നെ തീരുമാനിക്കാമായിരുന്നു. കാരണം എന്തിനാണ് തന്റെ ഭാര്യയെ ഇത്രയധികം അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വീടിനുള്ളിൽ എന്തിനാണ് ആ ഒരു ഭർത്താവ് എന്ന ഒരു പേരിൽ ഒരാൾ നിർത്തിയിരിക്കാൻ എന്റെ ആവശ്യമില്ല. എന്തായാലും വിവാഹം കഴിക്കും മുമ്പും ഈ പറഞ്ഞ ജിസ്മോളുടെ നിറം ഇത് തന്നെയാണെന്നാണ് ആ വീട്ടുകാർക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ആലോചന കൊണ്ട് ആ വീട്ടിലേക്ക് പോയത്? കല്യാണം കഴിഞ്ഞപ്പോൾ ഇതാണ് താങ്കൾ സ്ത്രീധനമായി കൊടുക്കുന്നതെന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ അധിക്ഷേപിക്കുന്നത്? അത് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അതായത് ഇങ്ങനെ ഈ രീതി കല്യാണം കഴിയുന്നത് വരെ ഒന്നും മിണ്ടില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുത്തി നോവിക്കുക. അങ്ങനെ കുറെ ടീംസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരു ട്രെൻഡായി കണക്കാക്കുന്ന മറ്റു പലരും ഉണ്ട്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ കുറച്ചിലായി പോകുമോ എന്ന് കരുതുന്നവരുമുണ്ട്. അതൊരു അമ്മായിയമ്മ പോരിന്റെ ഒരു ഭാഗമാണ്, നാത്തൂൻ പോരിന്റെ മറ്റൊരു ഭർത്താക്കന്മാരും ഈ ഒരു സ്ത്രീധനത്തിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്.
എന്തായിരുന്നാലും ജോലിയും പദവിയും നോക്കി ഒരിക്കലും കുടുംബത്തിന്റെ ആ ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറഞ്ഞ ജിസ്മോൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരു ജോലി കയ്യിലുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ജോലി വെച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നല്ലോ അല്ലെ? അതെ, രണ്ട് കുഞ്ഞു മക്കളും ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഒരിക്കലും താൻ അഭിഭാഷക ആയതുകൊണ്ട് തന്റെ പ്രശ്നങ്ങൾ പുറം ലോകം ആരും അറിയരുത്, അത് തനിക്ക് കുറച്ചിലാണ് എന്നുള്ള രീതിക്ക് ജിസ്മോൾ ചിന്തിച്ചതാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയധികം ഗുരുതരമാകാൻ കാരണമായത്. സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും ഈ ജിസ്മോളെ പറ്റി പറയുന്നത് ഏതോ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിൽ വേഷം മാറിപ്പോയി. അത്രയും ബോൾഡ് ആയിട്ടുള്ള അത്രയും ബുദ്ധിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ജിസ്മോള്. പക്ഷെ നമുക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ബോൾഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ പല വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ ഒരു പതറിപ്പോകും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ വിഷയം വരുമ്പോഴേക്കും നമ്മളൊന്ന് ഇടറിപ്പോകും, പതറിപ്പോകും, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. പക്ഷെ ആ ഒരു ഘട്ടത്തെയും കൂടി അതിജീവിച്ച് മുന്നേറാൻ പറ്റണം. അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അല്ലെ? തീർച്ചയായിട്ടും നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്, നമ്മുടെ മക്കൾക്കും ജീവിതമുണ്ട്. ഇനിയും ജീവിച്ച് കാണിക്കണം എന്നൊരു വാശിയോടുകൂടി തന്നെയായിരിക്കണം ജീവിക്കേണ്ടത്. അതല്ലാതെ ഇതിനപ്പുറം മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അല്ലെങ്കിൽ തന്റെ ഇതുവരെയുള്ള ഇമേജ് ഇടിഞ്ഞു പോകുമോ എന്ന് കരുതിക്കൊണ്ട് ആത്മഹത്യയാണ് ഏറ്റവും നല്ല വഴിയെന്നും കരുതി മക്കളുമായി ഇറങ്ങി ഓടുന്നതല്ല, ആത്മഹത്യയിലേക്ക് ഇറങ്ങി ഓടുന്നതല്ല ഇവിടെ വേണ്ടത്. പക്ഷെ അവിടെ ജിസ്മോളെ തകർക്കുന്ന രീതിക്ക് എന്ത് വിഷയമാണ് ഉണ്ടായത് എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം പുറം ലോകം അറിയണം. ജിസ്മോളുടെ സഹോദരൻ പറയുന്നുണ്ട്, ചേച്ചിനെ ഞാൻ വിളിക്കുമ്പോഴൊന്നും ചേച്ചിക്ക് ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ചേച്ചി പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാൻ പാകത്തിന് ഞായറാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ തിങ്കളാഴ്ച പകലോ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു സെലിബ്രേഷന് പോയിരുന്നു. അതിന് പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ചടങ്ങുകൾക്കൊന്നും ഈ ജിസ്മോളെ കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചടങ്ങിന് പോയതിനു ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ജിസ്മോളെ അത്രത്തോളം വൈകാരികമായിട്ട് എന്തോ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് തന്നെയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒന്നും രണ്ടും തവണയുള്ള ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ മരണം ഉറപ്പിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആ കുഞ്ഞു മക്കൾക്ക് പോലും ഈ പറയുന്ന കണക്ക് വിഷം ഉള്ളിൽ പോയിട്ടുണ്ട്, അവർ ആറ്റിൽ ചാടി മരിക്കുന്നു, അങ്ങനെ അത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആത്മഹത്യക്ക് ഫാനിന്റെ ലീഫ് കൊടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കട്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ മരണം തിരഞ്ഞെടുക്കാൻ പാകത്തിന് നെട്ടോട്ടം ഓടുകയായിരുന്നു ജിസ്മോള്. അപ്പൊ അതിന് അത്രയും മാത്രം എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലെ? അവരോട് പറയാനുള്ളത് അഭിമുഖീകരിക്കുക, മുന്നോട്ട് പോവുക. മരണം ഒരു പോംവഴിയല്ല. അത് ഏതെങ്കിലും രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട്, ചിലതൊക്കെ ഇട്ടിട്ട് പോകേണ്ടത് ഇട്ടിട്ട് തന്നെ പോകണം, തട്ടിക്കളയേണ്ടതിനെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകണം. നമ്മുടെ അന്ന് ഷൈനയുടെ വിഷയം വന്നപ്പോ പോലും ആ SHO ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം ആ കുഞ്ഞുമക്കളുടെ മുഖമോർത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും തങ്ങളുടെ മുൻപിൽ ഒരു പരാതിയുമായി അവർ വന്നിരുന്നെങ്കിൽ ഇത്തരത്തിലൊന്നും ആവർത്തിക്കില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ ചെന്ന് ഒപ്പിടുക എന്നൊരു വിഷയം അവിടെ ഉണ്ട്. ആ ഭർത്താവ് ഒരു നല്ല നടത്തിപ്പ് തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല, ഒപ്പിടിയിൽ നിർത്തിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കും. പക്ഷെ ഈ പറയുന്നത് പോലെ ജിസ്മോൾ ആയാലും ഷൈനി ആയിരുന്നാലും ഇവര് രണ്ടുപേരും ഒരു പരാതിയുമായിട്ടും ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അവിടെ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് അവർക്ക് രണ്ടുപേർക്കും പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരായിരിക്കും പക്ഷെ നമുക്ക് ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാത്തത്. എന്നാലും സാരമില്ല, നമുക്ക് വേണ്ടി നമ്മളൊരു ഇരുട്ടത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വെളിച്ചം തെളിച്ച് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഉണ്ടാകും. അത് തന്നെയാണ് ഈ SHO പോലുള്ള വ്യക്തി അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു പ്രശ്നം, നമുക്കിവിടെ ക്രമസമാധാന പരിപാലകരുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നിയമസഹായങ്ങളുണ്ട്, എല്ലാ വഴികളും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ പോകുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ട ഇടങ്ങളിലെത്തി അല്ലെങ്കിൽ അത് കണ്ടെത്തി മുന്നേറാൻ ശ്രമിക്കുക. അപ്പോ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു ഇതിന്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ജീവൻ ഇല്ലാതാക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്തായാലും ഇങ്ങനത്തെ ആത്മഹത്യകൾ ഉണ്ടാവാതിരിക്കട്ടെ. മാത്രമല്ല, എന്താണ് ഈ ജിസ്മോളുടെ വീട്ടിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ജിസ്മോളുടെ മരണത്തിന് പിന്നിൽ ആരാണ്, മരണത്തിലേക്ക് നയിച്ചത് എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ജിസ്മോളുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. ജിസ്മോൾക്കും 2 പെൺമക്കൾക്കും എന്താണ് സംഭവിച്ചെന്നുള്ളത് തീർച്ചയായിട്ടും അറിയേണ്ട വിഷയം തന്നെയാണ്.